ഹലോ ഗെയിമേഴ്സ്, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഇൻഫോ എന്ന് പറഞ്ഞ ടി വിയെ റായനെയും ഇറ്റാച്ചിയെയും വീണ്ടും ടി വിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും നെഗറ്റീവ് റിപ്ലൈകളും ടി വിയേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ നമ്മളെ ഈഗിള് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എനിക്ക് രായൻ ഒരു ചാൻസ് കൊടുക്കണം എന്നായിരുന്നു. എനിക്ക് ഇറ്റാച്ചിയുടെ കാര്യം അറിയത്തില്ലായിരുന്നു, മനസ്സിലായോ? അപ്പോൾ ഇറ്റാച്ചിയുടെ കാര്യം എനിക്ക് അവൻ തിരിച്ചു കയറുന്നെന്നോ അവൻ തിരിച്ച് ടി വിക്ക് വേണ്ടി കളിക്കാൻ റെഡിയാണെന്നോ ഉള്ള കാര്യമൊന്നും ഇറ്റാച്ചിയുടെ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ എനിക്ക് രായൻ എന്ന് പറയുമ്പോൾ രായൻ ഇനി ഞാൻ ശത്രുതയായിട്ടിരുന്നപ്പോൾ പറഞ്ഞപ്പോൾ പോലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും രായൻ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്ന കാര്യങ്ങൾക്ക് ലൈക്ക് ഒരിക്കലും ഒരു റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ അത് ചെയ്തിട്ടില്ലെന്നോ പറയുന്ന ഒരു സാഹചര്യം നമ്മുടായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പലവട്ടം ഞാൻ അന്നേരം പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം രായൻ ഒരു ദിവസം ഇരുന്ന് ഭയങ്കര വിഷമത്തോടെ, അണ്ണ ഞാൻ എന്തെങ്കിലും അണ്ണൻ്റെ അടുത്ത് തെറ്റുമെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ എല്ലാം നിർത്തി പോവാ, എനിക്ക് ഇനി ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമാണെന്ന് തോന്നുന്നില്ല, സോ ഞാൻ പോവാ എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ എനിക്കത് കണ്ടപ്പോ ഞാൻ അന്നേരത്തെ ഇതിലൊക്കെ ഞാൻ നേരെ ചോദിച്ചു, രായന്റെ അടുത്ത് ചോദിച്ചു, രായ പോരുന്നു, ഞാൻ മറ്റുള്ള സിനിമയിലൊക്കെ ഡയലോഗ് പോലെ പോരുന്നു എന്റെ കൂടെ എന്ന് ചോദിച്ചതുപോലെ നീ വരുന്നു എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ചോദിച്ചപ്പോ രായൻ അണ്ണ എന്താ ഞാൻ അങ്ങനെ ചോദിച്ചാ എന്ത് പറയാനാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് കുറച്ച് നാളായിട്ട് ഇറ്റാച്ചിയും അവനും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ സീറോ ഡിലേ പോലത്തെ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങി പയ്യെ അങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു രീതിയിലാണ് അവർ രണ്ടുപേരൂടെ നിന്നത്. അവർ രണ്ടുപേരും അപ്പോഴാണ് രായൻ ഇറ്റാച്ചിയെ പറ്റി പറയുന്നത്. കാരണം ഇറ്റാച്ചിയാണ് എൻ്റെ കൂടെ ഇത്രയും ദിവസം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നത്. കാരണം അവിടെ ഡയോസ് ഇനാക്റ്റീവ് ആയതിനു ശേഷം പ്ലേയേഴ്സ് എല്ലാം പല വഴിക്ക് പോയായിരുന്നു. പല വഴിക്ക് പോയി എന്ന് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അവരാരും ലൈക്ക് പല ഇവിടെ കയറാൻ അവർ ട്രൈ ചെയ്തു. അങ്ങനെ കുറെ കാര്യങ്ങളിലായിട്ട് അവർ എൻഗേജ് ആയപ്പം അവരുടെ സൈഡിൽ നിന്ന് ലൈക്ക് ഇവർ രണ്ടുപേരുമാണ് എപ്പോഴും വി സിയിൽ ഉണ്ടായിരുന്നതും കാര്യങ്ങൾ. ഇവർ ഈ ഒപ്റ്റിമൈസേഷൻ പരിപാടി ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത് പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾക്ക് പി സിയിലൊക്കെ ലാഗ് ഒക്കെ ഉണ്ടെങ്കിൽ GTA സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി അവൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ എന്താ പറയാ വൈ മാപ്പ്, ഗ്യാങ് ഹൗസ് ബിൽഡ്, ഈ ഗ്യാങ്ങിന്റെ ഡ്രസ്സുകൾ ബിൽഡ് ചെയ്യുന്ന ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവരെ ഒരുമിച്ച് രണ്ടുപേരോട് നിന്നതുകൊണ്ടാണ് അപ്പോഴായും പറഞ്ഞ ഇത്ര നാള് അവനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞതുകൊണ്ട് ഞാനപ്പം ഇറ്റാച്ചിയുടെ അടുത്ത് സംസാരിച്ച് ഇറ്റാച്ചിയും കൂടെ കൺസിഡർ ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവന്നതാണ്. ബ്രോ, യുവർ ഗ്യാങ് ടേക്ക് യുവർ ഡിസിഷൻസ്, വി ആർ ഓൺ ഫാൻസ് ടു വാച്ച്, ജസ്റ്റ് അവോയ്ഡ് ദ നെഗറ്റീവ് കമന്റ്സ്. എനിക്ക് മനസ്സിലായി ബ്രോ, ഞാൻ അങ്ങനെ ചാറ്റ് നോക്കി ഇതുവരെ ഡെസിഷൻ എടുത്തില്ല. പക്ഷേ വെളിയിൽ ഞാൻ കാണുന്ന മെസ്സേജ് എങ്ങനെയാണെന്ന് അറിയാം. അസ് എ ടി വി എ ഫാൻ ഈഗിൾ ഗീവ് സം റെസ്പെക്ട് ടു ടി വി എ വ്യൂവേഴ്സ്, ഇങ്ങനെയാ പറയണേ. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഇത് ശരിക്കുള്ള ടി വി ഫാൻ ആണോ, ഇനി നമ്മളെ ട്രിഗർ ആക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതാണോ എന്ന്. അത് കൂടാതെ ഇന്നലെ രായനെ ഇറ്റാച്ചി തിരിച്ചെടുത്തപ്പോഴും നല്ല കുറെ ഫീഡ്ബാക്ക് മെസ്സേജുകളും വന്നില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, ഒരുപാട് നല്ലത് വന്ന്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമുക്ക് ടി വി എ വേഴ്സസ് TGA ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് TVA ഏബലിന്റെ ആ ഒരു POV ഒന്ന് കണ്ടു നോക്കാം. ഹലോ, ഫുഡ് തന്നില്ല, കേൾക്കാതിരിക്കാൻ നമ്മളാരും ചെവി അടച്ചിരിക്കുമല്ലോ, പറഞ്ഞോ ഹലോ. അയ്യോ പട്ടി മാസം നമുക്ക് ഹലോ ഇല്ലേ, നമുക്ക് ഹലോ ഇല്ല. ഹലോ ഹലോ ഹലോ, എന്താ പറഞ്ഞതിന്റെ ഡൈനോസറിന്റെ? ഹലോ ഡൈനോസറെ, ഹലോ മോനെ. ബ്രോ എന്തായാലും പറയാനാ. ഹലോ ബ്രോ, ഞാൻ അവരെ നേരത്തെ അറിയാത്തോണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നേ. ബ്രോ അതിനിടെ കിടന്ന് സംസാരിക്കുന്നതിനാ? സംസാരിക്കാൻ പറ്റൂലൊന്നുമല്ലല്ലോ ബ്രോ, ഇത് പബ്ലിക് നമ്മുടെ നാക്കല്ലേ ബ്രോ, ബ്രോയോട് പറഞ്ഞു വേണം സംസാരിക്കാൻ. പ്രശ്നമില്ല, വിട്ടേര് പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല. ബ്രോയുടെ പേരെന്താണ്? അല്ല ബ്രോ, ബ്രോ മുട ഇറക്കി നീയൊക്കെ മുട ഇറക്കുന്ന നീ ഒന്ന് പോടാ കണ്ടിരുന്നു. ബ്രോ പേരെന്താടാ? നിന്റെ പേരെന്താ? നിന്റെ പേര് പറയാൻ, എന്റെ പേര് നിന്റെ പേരെന്താ?
ഡ്രേക്ക് 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 നീ ഗ്യാങ്ങാണോ അപ്പൊ കണ്ടിയാ അപ്പൊ കുഴപ്പമില്ല എന്തോന്ന് എന്തോടെ ആദരിക്കണോ ഞാൻ ആദരിക്കണോ സംസാരിക്കണുണ്ടോ ഞാനിപ്പോ നിങ്ങളെ വല്ല ഫാമിലിയെ കുറിച്ച് എല്ലാം പറഞ്ഞു അല്ല നീ എന്തിനാ നമ്മളോട് കൂടെ നീ എന്തിനാ നമ്മളോട് കൂടെ നീ എന്തിനാണ് ആവശ്യത്തിന് നമ്മളോട് പറയാൻ നീ എന്തിനാ എന്നെ കണ്ടിന്ന് വലിയ പരിസരം കണ്ടിട്ടാണ് വിളിക്കുന്നത് എനിക്ക് തോന്നി ബ്രോ അതുകൊണ്ട് ആ എന്നാ തിരിച്ചും പറയും കേട്ടോ നിന്റെ ഫാമിലിനെ തിരിച്ചും പറയും കേട്ടോ കേട്ടോ നീ കേട്ടല്ലോ സംഭവം കേട്ടല്ലോ നീ എന്നെ ബോട്ടെ പറഞ്ഞ ഓടിക്കോ ഓടിയോ മെഴികളോട് സംസാരിക്കണ്ട വിട്ടുപോട്ടെ അവന്റെ താളവടി ആനപ്പിണ്ടങ്ങളോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പൊ ആനപ്പിണ്ട് എടുത്തോണ്ട് പോ, വണ്ടി എടുത്തോണ്ട് പോ. എന്തോടാ അങ്ങോട്ട് അടിച്ചത് മനസ്സിലായ എന്നാ നീ തൂത്തോണ്ടിരുന്നു ഒന്ന് പോടാ പോട്ടെ ഒന്ന് പോടാ പോട്ടെ ഓരോ കണ്ടി ഒന്ന് താളടിച്ചോണ്ട് കൊണക്കും നീ കൊണച്ചോണ്ട് മനസ്സിലായോ കൊണക്കും ആര് കൊണച്ചു മര്യാദ സംസാരിക്കാം അങ്ങനെ നീല കൊണച്ചേ അന്നാ നീ തൂത്തോണ്ടിരുന്ന് പോടാ മോണ്ടെന്ന് ആ തൊലിക്കാൻ വരുവാ കുറെ തൊലിച്ചാ. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മള് ടിവിയെ ഇറ്റാച്ചി ആദ്യം ടിവിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഓഡിയൻസിനോട് ഒരുപാട് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഹാർഷായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ കുറേ പേര് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മളെ ഈഗിളിന്റെ VCയിൽ നമ്മളെ ഇറ്റാച്ചി എക്സ്പ്ലനേഷനും ഒരു സോറി വർഷിലും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ ഗൈസ്, ഇറ്റാച്ചിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. കാരണം ഇറ്റാച്ചിയുടെ ആയിട്ട് അക്വിസിഷൻ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ TV ഓഡിയൻസിന്റെ അവൻ ചീത്ത വിളിച്ചു, തന്തയ്ക്ക് വിളിച്ചു, തെറി വിളിച്ചു എന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടായിരിക്കാം അവന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇറ്റാച്ചി ഇവിടെ ഉണ്ട്, ഞാൻ VCയിലോട്ട് പോകാം. അവർക്ക് ജസ്റ്റ് സംസാരിക്കാനുള്ളത് കേട്ടിട്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് എന്നിട്ട് തുടങ്ങാം, അതല്ല നല്ലത്. അപ്പൊ നിങ്ങൾ ഇനി നിങ്ങളുടെ ആണെങ്കിലും മൈൻഡിലും നമ്മുടെ മൈൻഡിലും അത് ഇരിക്കണ്ട, അത് അങ്ങനെ അങ്ങ് ഇതാക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് ക്ലിയർ ചെയ്ത് തുടങ്ങാം. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മള് TVക്കകത്തുള്ള എല്ലാവരോടും സംസാരിച്ച് എല്ലാവർക്കും ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നതെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോ ലൈക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ ശരിയാ, നമ്മൾ ഈ ഓഫ്ലൈനിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് അറിയത്തില്ലല്ലോ. അവര് നോക്കുമ്പോൾ കുറെ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അത് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ ഗൈസ്, ഇതില് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ ആദ്യമായിട്ട് അതായത് TVയിൽ ഇറങ്ങിയ ടൈമില് എന്റെ DMs ആണെങ്കിലും അന്ന് ഞാൻ ലാസ്റ്റ് ഒക്കെ ആയിട്ട് ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും തെറിവിളി വന്നിട്ടുണ്ട് എനിക്ക്. അതേപോലെ ഇപ്പൊ DMസിലാണെങ്കിലും വന്നു. അതേപോലെ എന്താ പറയാ, അല്ലാണ്ട് ഞാൻ അതല്ലാണ്ട് അതിനുശേഷം ഇറങ്ങിയതിന് ശേഷവും ഞാൻ ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ DMs എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലഡ് ചെയ്യുവാണ്, മനസ്സിലായ, തെറിവിളി. പക്ഷെ അതിൽ ഒട്ടുമിക്ക ആൾക്കാരും തെറി വിളിച്ചിട്ടുള്ളവരില് ഞാൻ അവരുടെ അടുത്തൊക്കെ തിരിച്ച് മാന്യമായിട്ട് തന്നെ റിപ്ലൈ ചെയ്തിട്ട് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗൈസ് ഇങ്ങനെയാണ് കാര്യങ്ങൾ, എന്റെ സൈഡും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അതായത് വേണമെന്ന് വെച്ച് ഇറങ്ങിയതൊന്നുമല്ല, ശരിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാന്നുള്ള രീതിയിൽ പറഞ്ഞു, മനസ്സിലായില്ലേ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ വേറെ കുറച്ചെണ്ണം മറ്റേ തള്ളയ്ക്കും തന്തയ്ക്കും ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് വിളിക്കണവന്മാരുണ്ട്. അപ്പൊ അവന്മാരെ എനിക്ക് അതായത് പിടിച്ചില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് പറയാലോ വാസവണ്ണ, അത് നമ്മുടെ ഓഡിയൻസ് അല്ല, TV ഓഡിയൻസ് അല്ല. അത് കണ്ടപ്പോ മനസ്സിലായി, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡം ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് വന്ന് കിട്ടണത്, മനസ്സിലായത്. അത് എനിക്ക് ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് കുറെ ഇന്നലെ ഉണ്ടാക്കിയ അക്കൗണ്ടുകളിൽ എനിക്കും വരാറുണ്ടായിരുന്നു. ഞാൻ ഇത് ലൈവിൽ ഒന്ന് കുറെ പേരുടെ കാണിക്കുകയും ചെയ്തതാണ്, മനസ്സിലായോ. കുറെ പേരുടെ നല്ല രീതിയിൽ വിളിച്ചിട്ടുണ്ട്. വിളിച്ച അപ്പൊ തന്നെ ഞാൻ ബ്ലോക്ക് ആക്കി വിടും, മനസ്സിലായ. പിന്നെ അവന്മാർക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. എല്ലാം TV ഓഡിയൻസ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ലടാ. TVക്ക് ഒരു ഡൈഹാർഡ് ഫാൻ ബേസ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, ചില ഡിസിഷൻസ് ഒക്കെ ഞാൻ എടുക്കുമ്പോ എന്നെ തള്ളക്കി വിളിക്കണ ഓഡിയൻസ് വരെ TVക്ക് ഉണ്ട്. അതല്ലാതെ ഞാൻ പറയാം, അത് ചില ആൾക്കാർക്ക് TVയെ തോക്കുന്നത് കാണാൻ ഒട്ടും പറ്റൂല. അത് ചിലപ്പോ ഞാൻ പറയില്ല, 6 വർഷമായി, 6 വർഷത്തിന്റെ അവരുടെ ഡെയിലി റൂട്ടീനിൽ ഈ ലൈവ് കണ്ട് അവര് ആ ഒരു ക്യാരി ഫോർവേഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനെ. ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരു ആൾക്കാരാണ് എന്റെ DMസിലും അതുപോലെ മറ്റേ ഇതിലൊക്കെ വന്നത്, ലൈവ് ചാറ്റിലൊക്കെ വന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ലാന്ന്. പക്ഷെ ഇതില് എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ സൈഡിൽ നിന്ന് ഇതിപ്പോ നമ്മുടെ അത് ആക്ച്വൽ ഓഡിയൻസിൽ ആർക്കെങ്കിലും അതായത് ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാൻ റെഡിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്
അവർക്ക് അതായത് എന്താ അല്ല ഞാൻ പറയാ സോറി പറയാനല്ലടാ വിളിച്ചത്, എന്റെ പോയിന്റ് ഓഫ് വ്യൂ കാരണം വെച്ച് കഴിഞ്ഞാല് എന്താണെന്നറിയണ, ഇന്നലെ ഞാൻ കേറിയ ടൈമില് ഒരാൾ എനിക്ക് 2-3 പേര് മെസ്സേജ് അയച്ചേ. എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രോ ഞാൻ ബ്രോനെ കുറെ തെറി വിളിച്ചിട്ടുണ്ട്, സോറി എന്ന് പറഞ്ഞു. തൊട്ട് മുകളിലേക്ക് നോക്കിയപ്പോഴേ തള്ളക്ക് വിളിച്ചത് തന്തയ്ക്ക് വിളിച്ചിരിക്കണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ബ്രോ, സന്തോഷം, വേറൊന്നും പറയില്ലല്ലേ, സന്തോഷം എന്ന് പറഞ്ഞു, താങ്ക് യു എന്ന് പറഞ്ഞു, താങ്ക് യു ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എന്നോട് സോറി പറയുമ്പോൾ എനിക്ക് അവരോട് തിരിച്ച് സോറി പറയാനുള്ള ഒരു ഇതുണ്ടല്ലോ, ഞാൻ അത് ബാധ്യസ്ഥനാണ്. അപ്പൊ ഞാൻ അത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. മനസ്സിലായി. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അടുത്ത വീഡിയോസ് ചെയ്യുന്നവരെ ബൈ ഗൈസ്.